ഇത്തവണത്തെ ഓണം എന്താവുമെന്ന് ഒന്നും അറിയില്ല കേട്ടോ. ഫുള്ള് ഹോസ്പിറ്റലിലാവാനാണ് സാധ്യത. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഫുള്ള് ഹോസ്പിറ്റലിലേക്കുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. ഇത് രാത്രി 1:30 സമയത്താണ് ഇവിടെ നമ്മൾ ചെറുതുരുത്തി നിംസ് ഹോസ്പിറ്റലിലേക്കാണ് പോണത്. രാവിലെ ജസ്റ്റ് കുഞ്ഞൊരു ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മരുന്നൊക്കെ കൊടുത്തു. പിന്നെ ഇവിടെ കളിയും ചിരി സനുവിൻ്റെ കൂടെ കളിക്കലൊക്കെ ആയിട്ട് ഓക്കെ ആയിരുന്നു. പക്ഷേ രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് ഒരു 12 മണി ആ ടൈമിലൊക്കെ ഉണ്ട് പെട്ടെന്ന് പനി കൂടിയത്. അപ്പം തന്നെ രാത്രിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മേല് നനച്ച് തുടക്കുക തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ പാരസെറ്റമോൾ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടെന്നു. പക്ഷെ എന്നാലും പനിക്ക് വല്ലാണ്ട് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ അനിയൻ ഓട്ടോറിക്ഷ എടുത്തിട്ട് വേഗം ഞങ്ങൾ നിംസിക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ പോയപ്പോഴാണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 102 ഡിഗ്രി ആയിരുന്നു കേട്ടോ. ഭയങ്കര പനിയുണ്ടായിരുന്നു. വയ്യാണ്ടാകുമ്പോൾ ഭയങ്കര വാശിയും കരച്ചിലൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഭക്ഷണം പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ കഴിക്കില്ല. അപ്പോൾ വയ്യാണ്ടും കൂടി ആയ എന്താ അവസ്ഥ. കുറേ കരഞ്ഞ് കുഞ്ഞാറ്റ് ആകെ ക്ഷീണമായിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ മേലൊക്കെ ആകെ കുറേ നേരം നനച്ച് തുടച്ചു. പിന്നെ സപ്പോസിറ്റർ മരുന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പനി വല്ലാണ്ടൊന്നും കുറയുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് നേരം ഒരു 1/4-3 മണിക്കൂർ നല്ല പോലെ വെള്ളത്തിൽ മുക്കി തുടച്ചിട്ടാണ് കേട്ടോ അവസാനം ഒരു 99 ഡിഗ്രിയിൽ എത്തിയത്. ആ സമയത്തൊക്കെ ഇത് കരഞ്ഞിട്ട് ആകെ അങ്ങോട്ട് തളർന്നുണ്ടായിരുന്നു കുഞ്ഞാറ്റ. തേങ്ങിയിട്ടായിരുന്നു കരയുന്നുണ്ടായിരുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ടെമ്പറേച്ചർ നോർമൽ ആക്കിയിട്ടല്ലേ അവർ വിടുള്ളൂ. അപ്പോൾ 99 ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്കും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. കുഞ്ഞാറ്റയായാലും സനു ആയാലും അമ്മയായാലും എല്ലാവരും നീച്ചിരുന്നിട്ട് ഇവളുടെ മേല് നനച്ച് തുടക്കലൊക്കെ ആയിരുന്നു കേട്ടോ. സനു പാവം അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റയ്ക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ അവളും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ണിക്ക് എന്താ ഞാൻ മേല് നനച്ച് തുടയ്ക്കാനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സനു കണ്ടിട്ട് മേലൊക്കെ നനച്ച് തുടക്കിണ്ടായിരുന്നു. വന്നിട്ട് ഇതാ മരുന്ന് കൊടുക്കാനുള്ളൊരു പാടാണ്. ഭയങ്കര കഷ്ടമാണ് കേട്ടോ മരുന്ന് കൊടുക്കാൻ. എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ മരുന്ന് കൊടുക്കുക. ആകെ ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ ആവും. എങ്ങനെയൊക്കെയോ പിടിച്ചതാക്കിയിട്ട് അവസാനം കുറച്ച് മരുന്ന് കൊടുത്തു. പിന്നെ ആൾ ഉഷാറായിട്ടോ. പിന്നെ ഫുള്ള് ഓക്കെ ആയിരുന്നു. കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇതാ കണ്ടില്ലേ, വിശക്കണമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ മുറുക്കൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ സത്യം പറഞ്ഞാൽ വയ്യാണ്ടായി എന്താ ചെയ്യാന്നൊരു എത്തും പിടുത്തൂല്ല. ആകെ കുട്ടിയായാലും കുഴയും. നമുക്ക് നമ്മുടെ എന്താ പറയുക, ആകെ നമുക്ക് ടെൻഷനാവും. ചുമടിയും കഫക്കെട്ടിൻ്റെയും പനിയുടെ ഒക്കെ മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ പനിയുടെ ഡോളോ അതുപോലെ ചുമടയൊക്കെ മരുന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം മരുന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇല്ലാത്ത മരുന്ന് മാത്രമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം ഒരു 3 മണി 3:30 ആയപ്പോഴാണ് കേട്ടോ ഒന്ന് ഉറങ്ങിയത് തന്നെ. പിന്നെ ഇത് രാവിലെ എന്നുവെച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ചൂടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ രാവിലെ ആ ഒരു ചൂട് കണ്ടപ്പോൾ തന്നെ മേലൊക്കെ നല്ല നനച്ച് തുടച്ചിട്ട് പനിയുടെ മരുന്ന് കൊടുത്തു. പനി അത്യാവശ്യം നോർമലായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അവൾ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഒരു ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുട്ടും കടലക്കറിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കടലയൊക്കെ 2 മണിയൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തു. ആൾ ഓക്കെ ആയെങ്കിലും ഇതേ കണ്ടില്ല, ഇപ്പോഴും ആ ഒരു ഉറക്കക്ഷീണം ഒന്നും അവളുടെ മാറിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഉറക്കക്ഷീണമാണ് കേട്ടോ. രാത്രി എന്താ പറയുക, ഒരു പോളെ കണ്ണടച്ചിട്ടില്ലേ, നമുക്ക് കണ്ണ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഇന്നലെ ഒരു 1:30 ആ ടൈമിലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. തിരിച്ച് വന്നപ്പോൾ 2 മണി 2:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെയും വീട്ടിൽ വന്ന് മേലൊക്കെ നനച്ച് തുടച്ച് ഉറങ്ങിയപ്പോൾ സമയം എത്രയെന്ന് സത്യം നോക്കിയിട്ടില്ല. 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കണ്ണിങ്ങനെ അടഞ്ഞ് ഉറങ്ങിയിട്ടില്ല ഇന്നലെ മേലൊക്കെ നന്നായിട്ട് സ്പഞ്ച് ചെയ്തു. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ 102 ഡിഗ്രി അല്ലേ പനി ഉണ്ടായിരുന്നു. പിന്നെ അതൊരു 100 ഡിഗ്രിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, കുഞ്ഞാറ്റയ്ക്ക് ഇതിന് മുന്നേ ഫിക്സ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര പേടിപ്പനി വന്ന ഫിക്സ് വരുമോയെന്ന്. അതുകൊണ്ടാണ് രാത്രിയിലായാലും വേഗം എടുത്ത് ഓടണത്. ഇന്നിപ്പോൾ ഞായറാഴ്ച, ഇന്നിപ്പോൾ ഡോക്ടർ ഇല്ല. അപ്പം ഇനി കുറവ് ഇല്ലെങ്കിൽ, മരുന്ന് കഴിച്ചിട്ടും കുറവില്ലെങ്കിൽ ഇനിയിപ്പോൾ പീഡിയാട്രീഷനെ കാണണം. ഭയങ്കര ക്ഷീണമുണ്ട്. എനിക്കാണെന്ന് ഉറക്കം വരുന്നുമുണ്ട്. പിന്നെ കുഞ്ഞാറ്റ ഉച്ചയ്ക്ക് എപ്പോഴേലും കിടക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഉറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റിയാണാവോ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലായിട്ട് ഇങ്ങനെ മോൾക്ക് വയ്യാണ്ടായിട്ട് വന്നതാണ്. ഏട്ടന് ഇവിടെ ഇല്ലല്ലോ. പിന്നെ ഇവിടെ പൂക്കൾ ഇടാൻ പറ്റില്ല ഇപ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വീട്ടിൽ പൂക്കളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ ഞാൻ 2-3 ദിവസം ഇട്ടു. പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം അവിടെ അമ്മയാണ് പൂവിടുന്നത്. ഞാൻ ശരിക്കും മുതലുള്ള വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർക്ക് വയ്യാണ്ട് ആകെ സത്യം പറഞ്ഞാൽ ഒന്നിനും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എഡിറ്റിങ്ങും എല്ലാ കാര്യങ്ങളും വേണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുറത്താണെങ്കിൽ ഭയങ്കര മഴയാണ് കേട്ടോ. മഴ അങ്ങോട്ട് തുടങ്ങിയപ്പോഴേക്കും പിള്ളേർക്ക് ആകെ വയ്യാണ്ടായി. ഇവിടെയാണെന്ന് വെച്ചാൽ ഒരാളുടെ കഴിയുമ്പോൾ ഒരാൾ അങ്ങനെയാണല്ലോ.
കടല കൊടുക്കാനാവും. കടല കടല മാത്രം ഒറ്റയ്ക്ക് കൊടുക്ക്. മരുന്ന് തരട്ടെ? എന്താണ് മണ്ണ് പാവം മാറണ്ടേ? മണ്ണ് തരട്ടെ? വേണ്ടേ? കയ്യിലെന്താ? വായോ വേണം. സനുക്കുട്ടിക്കാണെങ്കിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷാണ്. സത്യം പറഞ്ഞാൽ അത് വല്ലാണ്ട് അവൾക്ക് കുഴപ്പമില്ല. മലയാളമാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ഇംഗ്ലീഷ് എക്സാമിനുള്ള കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ മലയാളം ജസ്റ്റ് ഇങ്ങനെ പഠിക്കണത്. മലയാളത്തിനേക്കാളും കൂടുതൽ അവൾക്ക് പഠിക്കാനായിട്ട് ഇഷ്ടമുള്ളത് ഇംഗ്ലീഷാണ് കേട്ടോ. എന്താ പറയുക, അവളെപ്പോഴും പറയും മലയാളം എനിക്ക് അറിയണില്ല, ഞാൻ എങ്ങനെ പരീക്ഷയ്ക്ക് എഴുതുക എന്നൊക്കെ. ഞാൻ പിന്നെ അവൾ അത്ര പഠിക്കാനായിട്ട് കൂടുതൽ പ്രഷർ ചെയ്യൊന്നുമില്ല കേട്ടോ. അവൾ പഠിക്കുന്നത് പഠിച്ചോട്ടെ. പിന്നെ ഇത്ര ചെറുതല്ലേ ആയിട്ടുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ അവരേനെ എന്താ പറയുക പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് തല്ലി പഠിപ്പിക്കാറൊന്നും ആയിട്ടില്ല. അവൾക്ക് ഇഷ്ടം പോലെ അവൾക്ക് അറിയാവുന്ന പോലെ പഠിച്ചോട്ടെ. ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇംഗ്ലീഷൊക്കെ എഴുതുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ പറയാനുള്ള കാരണം ഇപ്പോൾ നമ്മൾ ഈ സനുവിൻ്റെ പ്രായത്തിലൊന്നും ഞാനൊന്നും സത്യം പറഞ്ഞാൽ LKG UKG ഒന്നും പോയിട്ടില്ല. നമ്മളിപ്പോൾ അംഗനവാടി കഴിഞ്ഞാൽ നേരിട്ട് ഒന്നിലേക്കൊക്കെയല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്താ നമുക്ക് ജസ്റ്റ് ABCD ഒക്കെ പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വയസ്സിൽ സനു ഇത്രയും കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവളിങ്ങനെ ഓരോന്ന് എഴുതി കാണിക്കുമ്പോഴൊക്കെ. അതിൻ്റെ ഇടയിൽ ഇതേ കുഞ്ഞാറ്റിയും അവൾ ചേച്ചി എന്ത് ചെയ്യണോ അതൊക്കെ നമ്മുടെ കുഞ്ഞാറ്റിയും ചെയ്യും കേട്ടോ. പിന്നെ അതാ സനുവിനെ കുളിപ്പിച്ച് അപ്പോൾ ഞാൻ അവൾക്ക് റെഡിയാക്കി കൊടുക്കുമ്പോൾ അവൾ പറഞ്ഞു ഞാൻ മേക്കപ്പ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ 2 പേരും കൂട്ടിയിട്ട് ചെയ്യാണ്. സനു കുഞ്ഞാറ്റിക്ക് ഫുള്ള് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ചേച്ചിപ്പൻ എന്ത് ചെയ്താലും നമ്മുടെ കുഞ്ഞാറ്റിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ കണ്ണെഴുതി പൊട്ട് തൊട്ടെടുക്കുക, അവൾ സമ്മതിക്കില്ല. ഇപ്പോൾ നോക്കി നോക്ക്. അപ്പോൾ അതാ രാവിലത്തെ സമയമാണ് കേട്ടോ. അപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. ഫുള്ള് കളിയും ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഒരു ചെറിയ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഉച്ച നേരത്ത് നല്ല പോലെ തന്നെ ടെൻഷൻ അടിച്ചു. എന്താ പറയുക, കുഞ്ഞാറ്റ ഓക്കെ ആയിരുന്നു, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ടെമ്പറേച്ചർ മാത്രമാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേലൊക്കെ നനച്ച് തുടച്ച് നമ്മൾ മരുന്നൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ ഉറക്കി കെടുത്താണ് കേട്ടോ ചെയ്തത്. ഉറങ്ങുമ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അവളങ്ങനെ സുഖമായിട്ട് തന്നെ ഉറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിക്കെടുക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റിക്ക് പെട്ടെന്ന് ഫിക്സ് വന്നത്. ആ ഒരു സമയം സത്യം ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താ പറയുക, നമ്മുടെ എല്ലാ ജീവനും കൂടി പോകുന്ന അവസ്ഥയായിരുന്നു. നമുക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെ ആരെ വിളിക്കണമെന്നോ ഒന്നും അറിയുന്നുണ്ടായിരുന്നു. ആകെ ഭയങ്കര ഒരു ടെൻഷൻ തന്നെയായിരുന്നു കേട്ടോ. പെട്ടെന്ന് അങ്ങനെ വയ്യാതായി കണ്ടപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആകെ പോയ അവസ്ഥയായിരുന്നു. ഇട്ട ഡ്രസ്സോട് കൂടിയിട്ട് മാക്സി ഇട്ടിട്ട് അങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറി പോവുകയാണ് കേട്ടോ ചെയ്തത്. പനി പെട്ടെന്ന് കൂടിയ കാരണമായിരുന്നു കേട്ടോ ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴും 102 ഡിഗ്രി പനി ഉണ്ടായിരുന്നു. പിന്നെ മേലൊക്കെ സ്പഞ്ച് ചെയ്ത് എന്താ പറയുക സപ്പോസിറ്ററൊക്കെ വെച്ച് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല പോലെ ഒരു ടെൻഷൻ അടിച്ചു ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. പിള്ളേർക്ക് വയ്യാണ്ടായ സത്യം പറഞ്ഞൊരു എത്തും പിടുത്തം കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ തന്നെ തെർമോമീറ്ററൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം നോർമലാണ് കേട്ടോ. പനി ഉണ്ട്, എന്നാലും മരുന്നൊക്കെ കൊടുത്ത് ഓക്കെയാണ്.